വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത പ്രദേശത്ത് അഗ്നിരക്ഷാസേനയോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് ആപത് മിത്ര വളണ്ടിയർമാരെ തൃക്കരിപ്പൂർ ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. ദുരന്തമുണ്ടായ അടുത്ത ദിവസം മുതൽ 28ഓളം വളണ്ടിയർമാരാണ് ദിവസങ്ങളോളം വയനാട് സേവനം ചെയ്തത്. ഫയർ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. തന്റെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സ്നേഹിക്കാനുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരു ചെറുപ്പക്കാരടങ്ങുന്ന ഒരു ടീമാണ്. ആ ടീമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളെ ഏത് വിധത്തിൽ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്കറിയില്ല. ലോകത്തിലുള്ള രണ്ടാളോട് പേര് പറഞ്ഞു. ആ രണ്ടാളുകളുടെ ഇപ്പോൾ ആദരം ഏറ്റുവാങ്ങാൻ വന്നില്ലായിരുന്നു. വിശ്വസിച്ചിരുന്നു, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. വയനാട് ദുരന്തത്തിന്റെ ഭൂമിയിൽ സേവനമനുഷ്ഠിച്ച ശംസുദ്ദീൻ കാരോളം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ 42 ദിവസമാണ് വയനാട് ഉണ്ടായിരുന്നത്. ആ 42 ദിവസവും അതേ നമ്മൾ സൂചിപ്പിച്ച ഒരു 300 മൃതദേഹങ്ങളെങ്കിലും എന്റെ കൈകൊണ്ട് കബർസ്ഥാനിലേക്കും അതുപോലെ കുഴിയിലേക്കും എടുത്തുവിടാനുള്ള ഒരു വിഷമകരമായ ഒരവസ്ഥ എനിക്ക് നേരിട്ടു. 28 വളണ്ടിയർമാർക്കും 2 സന്നദ്ധ പ്രവർത്തകർക്കുമാണ് ആദരവ് നൽകിയത്. ചടങ്ങിൽ തൃക്കരിപ്പൂർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി PV സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ലയൺസ് പ്രസിഡന്റ് KN ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഫയർ സ്റ്റേഷൻ ഓഫീസർ വയനാട് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനം വിശദീകരിച്ചു. ഡോക്ടർ PK സുധാകരൻ പ്രമേഹദിന സന്ദേശം നൽകി. തൃക്കരിപ്പൂർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി PV സുരേന്ദ്രൻ സ്വാഗതവും ട്രഷറർ രാധാകൃഷ്ണൻ മണിയേരി നന്ദിയും പറഞ്ഞു.